नमस्कारम। केरलम में चुनाव प्रचार बहुत तेजी से आगे बढ़ रहा है। ये स्पष्ट है कि इस बार केरलम सिर्फ नई सरकार ही नहीं, नई व्यवस्था के लिए मन बना चुका है। इसमें बीजेपी एनडीए के पक्ष में एक वेव चल रही है। കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഒരു കാര്യം ഇത്തവണ ഉറപ്പാണ്, കേരളത്തില് പുതിയ സർക്കാരിന് വേണ്ടി മാത്രമല്ല, പുതിയ സംവിധാനത്തിന് വേണ്ടി മാനസികമായ തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കുന്നു. ഇത്തവണ ബി.ജെ.പി. എൻ.ഡി.എക്ക് അനുകൂലമായി ഒരു തരംഗം തന്നെയുണ്ട്. मेरा बूथ सबसे मजबूत के मंत्र के साथ आप सभी बूथ पर काम कर रहे हैं, बीजेपी को मजबूत कर रहे हैं। मैं आप सभी के अनुभव जानने के लिए बहुत उत्सुक है। चलिए बातचीत की शुरुआत करते हैं। सबसे पहले कौन बात करने वाले हैं? എന്റെ ബൂത്ത് ഏറ്റവും ശക്തമായ ബൂത്ത് എന്ന മന്ത്രവുമായി നിങ്ങൾ എല്ലാവരും ബൂത്തുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ എല്ലാവരുടെയും അനുഭവങ്ങൾ അറിയാൻ എനിക്ക് അതിയായ താല്പര്യമുണ്ട്. വരൂ, നമുക്ക് ചർച്ച ചെയ്യാം. വരൂ, ആരാണ് ആദ്യമായി സംസാരിക്കുന്നത്? നമസ്കാരം മോദിജി, എന്റെ പേര് അനിതകുമാരി. ഞാൻ ചിറയൻകീഴ് മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. നിലവില് 19 വർഷമായിട്ട് ആശാ വർക്കറായി പ്രവർത്തിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയിൽ ഞാൻ 12 വർഷമായി സജീവ പ്രവർത്തകയാണ്. ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിൽ വളരെ അഭിമാനിക്കുന്നു. नमस्ते मोदी जी, मेरा नाम अनीता कुमारी आर है। मैं त्रिवेंद्रम जिला में चिरयनकीड़ में काम करता हूँ बीजेपी के लिए। मैं एक आशा वर्कर भी है। मैं पिछले 15 साल बीजेपी में काम करता है। 19 साल में आशा वर्कर भी है। मैं बीजेपी में काम करने के लिए बहुत गर्व करता है और मैं महासचिव बीजेपी संगठन मंडल की महासचिव भी है। अनीता जी, राजनीति के जो जानकार है वो कह रहे हैं कि तिरुवनंतपुरम में बीजेपी की जीत के बाद से पार्टी कार्यकर्ताओं और केरलम की जनता दोनों में बहुत जोश है। और मैं कुछ दिन पहले पालक्काड़ में एक सभा के लिए गया था। त्रिशूर में एक रोड शो भी किया था। मुझे हर जगह पर केरलम के लोगों का एक नया उत्साह, बीजेपी के प्रति एक अलग जोश दिखा है। इसे केरलम की पॉलिटिक्स में टर्निंग पॉइंट भी बताया जा रहा है। आपका ग्राउंड पर एक्सपीरियंस क्या है? आप क्या अनुभव कर रहे हैं? നമസ്കാരം അനിത കുമാരി ജി. ഞാൻ അവിടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നിരുന്നു. അവിടെ അതിനുശേഷം തൃശ്ശൂരിൽ ഒരു റോഡ് ഷോയിലും പങ്കെടുത്തു. അവിടുത്തെ രാഷ്ട്രീയ മേഖലയിൽ നിന്നും എനിക്ക് കിട്ടുന്ന വിവരം, അവിടെ ജനങ്ങളിടയിൽ ബി.ജെ.പിക്ക് അനുകൂലമായി വലിയ ഒരു തരംഗം തന്നെയുണ്ട്. ആളുകളുടെ ഇടയിൽ അഭിപ്രായം തന്നെയുണ്ട്. നോക്കൂ, താങ്കൾ എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കുന്ന താങ്കളെ പോലുള്ളവർക്ക് ഈ കാര്യങ്ങൾ അറിയാം. ജനങ്ങൾക്ക് ബി.ജെ.പിയോട് വലിയ ഉത്സാഹവും ആവേശവുമുണ്ട്. ഇത് കേരള രാഷ്ട്രീയത്തിലെ ഒരു മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. നോക്കൂ, താങ്കളുടെ അനുഭവം എന്താണ് അനിത കുമാരി ജി? മോദിജി, എനിക്ക് മോദിജിയായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. കൂടാതെ തന്നെ ഞാൻ ഒരു തീരദേശ പഞ്ചായത്തിലാണ് വർക്ക് ചെയ്തത്. ആദ്യം ഇവിടെ ഒരു ബൂത്ത് ഇൻചാർജിനെ കിട്ടാൻ പോലും നമ്മൾ വിഷമിച്ചിരുന്ന സാഹചര്യമാണ്. ഇവിടുന്ന് നമുക്ക് വളരെ സാഹചര്യം മാറി. നമ്മുടെ തീരദേശത്തിലുള്ള ഒരുപാട് സഹോദരങ്ങളും കുടുംബങ്ങളും നമ്മളോടൊപ്പം ഇപ്പൊ പ്രവർത്തിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് അവരോടെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ച് നമ്മുടെ ഈ മേഖലയിൽ വളരെയേറെ പാർട്ടിയെ സജീവമാക്കാൻ അഹോരാത്രം നമ്മൾ പ്രയത്നിക്കുന്നുണ്ട്. मोदी जी, मैं एक कोस्टल एरिया से आ रहा हूँ। पिछले सालों में
ये एरिया में बीजेपी के लिए एक बूथ इंचार्ज को मिलना भी मुश्किल था, पर आजकल उन्हीं लोगों, वो मछली पकड़ने वाले लोगों, बहुत ज्यादा नंबर में बीजेपी में आ रहा हूँ। आजकल मैं उनके साथ काम करता है और मुझे पूरा विश्वास है कि आने वाले दिन में बीजेपी को ये कोस्टल एरिया में एक मजबूत पार्टी हम सब मिलकर बनाएगी। अनिता जी, आपने काफी अच्छी जानकारी दी है। आपका उत्साह भी आपके शब्दों में दिखाई दे रहा है। देखिए, तिरुवनंतपुरम के ने एक रास्ता दिखाया है। लेफ्ट और कांग्रेस वालों को लगता था कि कुछ भी हो, कितना ही बड़ा मिस रूल हो, मिस मैनेजमेंट हो, केरलम में बारी बारी उनको ही मौका मिलेगा। तिरुवनंतपुरम ने उस परसेप्शन को तोड़ा है। इसलिए आप देखिए, यूडीएफ और एलडीएफ एक दूसरे से ज्यादा इस बार बीजेपी को टारगेट कर रहे हैं। കുമാരി ജി, താങ്കൾ വളരെ നല്ലൊരു വിവരമാണ് തന്നത്. താങ്കളുടെ ആത്മവിശ്വാസം താങ്കളുടെ ശബ്ദത്തിൽ പ്രകടമാണ്. നോക്കൂ, തിരുവനന്തപുരം ഒരു നല്ല മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒരു ധാരണയുണ്ടായിരുന്നു, എന്ത് വന്നാലും, എത്ര മോശം ഭരണം കാഴ്ചവെച്ചാലും, മോശമായി കാര്യങ്ങൾ ചെയ്താലും കേരളം അവരെ തന്നെ വീണ്ടും വീണ്ടും തെരഞ്ഞെടുക്കുമെന്ന്. ആ സങ്കല്പം തിരുവനന്തപുരം തകർത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത്തവണ ഇടതും വലതും പരസ്പരം ലക്ഷ്യം വെക്കുന്നതിനേക്കാൾ ശക്തമായി ബിജെപിയെയാണ് ലക്ഷ്യം വെക്കുക. सुहृदगणे, मेरे कुछ सुझाव है जो आने वाले कुछ दिनों में काम आ सकते हैं। आजकल क्रिकेट का सीजन चल रहा है और केरल के लोगों के लिए इसमें भी एक सीखने की चीज है। जैसे हम अक्सर संजू सैमसन की परफॉर्मेंस में देखते हैं। संजू सैमसन को हमने वर्ल्ड कप में देखा कि जैसे जैसे टूर्नामेंट में क्रंच सिचुएशन आती गई, नॉकआउट स्टेज आया, उनकी परफॉर्मेंस एकदम से पीक पर पहुंच गई। शुरू से लेकर लास्ट तक उनका फोकस, उनका कॉन्फिडेंस और उनकी इंटेंसिटी लगातार बढ़ती गई। यही एक सच्चे खिलाड़ी की पहचान होती है। जब टीम को सबसे ज्यादा जरूरत हो तब वो अपना बेस्ट करके दिखाया। इसलिए जब वोटिंग का दिन आए और अब जो जितने दिन बचे हैं, बहुत ज्यादा दिन तो बचे नहीं है, हमारी सक्रियता और हमारा संपर्क हर घर तक और ज्यादा मजबूत होना चाहिए। पहले अगर 6 घंटे काम करते थे तो अब 9 घंटे करना चाहिए। पहले 9 घंटा काम करते थे तो 12 घंटा करना चाहिए। पहले अकेले करते थे, अब पूरे परिवार को मैदान में उतारना चाहिए। घर के सब सदस्यों को काम में लगाना चाहिए। എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് സുഹൃത്തുക്കളെ. ഇപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരമാവും. നോക്കൂ, ഇപ്പോൾ ക്രിക്കറ്റ് സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിലെ ആളുകൾക്ക് അതിൽ നിന്നും ചിലതൊക്കെ പഠിക്കാനുണ്ട്. നോക്കൂ, നമ്മുടെ സഞ്ജു സാംസന്റെ പ്രകടനം നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? സഞ്ജു സാംസൺ ലോകകപ്പിൽ കളിച്ചത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. ഈ ലോകകപ്പ് മത്സരം അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ, അതായത് നമുക്ക് മത്സരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാകുമ്പോൾ, മത്സരങ്ങളുടെ അവസ്ഥ വളരെ ഗുരുതരമാകുമ്പോൾ, കളി ടൈറ്റ് ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ നന്നാവുന്നു. അത് അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തുന്നു. നോക്കൂ, അദ്ദേഹം തുടക്കം മുതൽ അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടും ശ്രുതത്തോടും കൂടി തന്നെ കളിച്ചു വരുന്നു. നോക്കൂ, ഇതാണ് ഒരു യഥാർത്ഥ കളിക്കാരന്റെ ലക്ഷണം. എപ്പോഴാണ് ടീമിന് ആവശ്യം വരിക, അപ്പോൾ ഏറ്റവും നല്ല കളി പുറത്തെടുക്കും. അത് നമ്മൾ കണ്ടുപിടിക്കണം. നോക്കൂ, തെരഞ്ഞെടുപ്പ് ഇതാ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്.
ഇനി അധികം ദിവസങ്ങളില്ല. നമ്മൾ നമ്മുടെ പ്രവർത്തനം വളരെ ശക്തമാക്കണം. നമ്മൾ ഓരോ വീടും കൃത്യമായി സമ്പർക്കം ചെയ്യണം. നേരത്തെ 6 മണിക്കൂർ ജോലി ചെയ്തത് നിങ്ങൾ 9 മണിക്കൂറാക്കണം. നേരത്തെ 9 മണിക്കൂർ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 12 മണിക്കൂറാക്കണം. നേരത്തെ ഒറ്റയ്ക്കാണ് ജോലി ചെയ്തെങ്കിൽ ഇപ്പോൾ കുടുംബം മുഴുവൻ ഇറങ്ങി നിങ്ങൾ പ്രവർത്തിക്കണം. देखिए, आप बूथ में काम करने वाले कार्यकर्ता हैं और हमें बूथ को मजबूत बनाना है। बूथ मजबूत होगा तो विजय पक्का होगा और इसके लिए तो मेरा आग्रह है, आपको 9 अप्रैल से पहले अपने बूथ के हर परिवार के पास कम से कम 3 बार जाना है और घर में बैठकर एक एक व्यक्ति से बात करना है। एक एक मतदाता तो भाजपा के लिए वोट कराने के लिए आपको उसे समझाना है। उन्हें बताइए कि बीते वर्षों में केरलम में सेंट्रल गवर्नमेंट की स्कीम्स पर, इंफ्रास्ट्रक्चर प्रोजेक्ट्स के काम पर कैसे ये यूडीएफ एलडीएफ वाले रुकावटें डालते गए। केरल में ऐसी डबल इंजन सरकार चाहिए जो खुद भी काम करे और केंद्र के काम को भी आगे बढ़ाइए। ഏപ്രിൽ മാസം 9-ാം തീയതി നമ്മൾ ആ ദിവസത്തിന് മുമ്പ് എല്ലാ വീടുകളിലും പോകണം. ബൂത്തിൽ നമ്മൾ കൃത്യമായി ശക്തമായി പ്രവർത്തിച്ചാൽ ആ ബൂത്തിൽ നമ്മൾ ജയിക്കും. ബൂത്തിലെ പ്രവർത്തനത്തിലാണ് നമ്മുടെ എല്ലാ വിജയ രഹസ്യവും ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ തവണ ചുരുങ്ങിയത് 3 തവണയെങ്കിലും എല്ലാ വീടുകളും സമ്പർക്കം ചെയ്യണം. ഓരോ വോട്ടറെയും കാണണം, അവരോട് കൃത്യമായി സംസാരിക്കണം. എന്നിട്ട് അവരോട് കഴിഞ്ഞ പോയ വർഷങ്ങളിൽ കേരളത്തിൽ നമ്മൾ നടപ്പിലാക്കിയ കേന്ദ്ര പദ്ധതികളും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും എങ്ങനെയാണ് ഇവിടുത്തെ UDF-ഉം LDF-ഉം ചേർന്ന് തടസ്സപ്പെടുത്തിയെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് ഇവിടെ ഒരു BJP NDA സർക്കാർ വന്നാൽ, ഒരു ഡബിൾ ഇഞ്ചൻ സർക്കാർ വന്നാൽ നമ്മൾ എങ്ങനെ കേന്ദ്രത്തിന്റെ പദ്ധതിയും നമ്മളുടെ പദ്ധതിയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. अनिता जी, आपको बहुत बहुत शुभकामनाएं। आप जो भी क्षेत्र में काम करते हो वहां पूरी तरह विजय प्राप्त कीजिए। चलिए आगे चलते हैं। अगले साथी कौन है? അനിതാജി, താങ്കൾക്ക് അഭിനന്ദനങ്ങൾ. താങ്കൾ എവിടെയാണോ പ്രവർത്തിക്കുന്നത് അവിടെ ശക്തമായി തന്നെ മുന്നോട്ട് പോകൂ. ശരി, വരൂ. ഇനി ആരാണ് ഞാനുമായി സംസാരിക്കാൻ താല്പര്യമുള്ളത്? നമസ്തേ മോദി, എന്റെ പേര് വിനീത KK. വയനാട് ജില്ലയിലെ മാനന്തവാടി മണ്ഡലത്തിൽ വാളാട് 22-ാം വാർഡിലെ 8-ാം ബൂത്തിൽ ബൂത്ത് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. കൃഷിയും തൊഴിലുറപ്പുമാണ് വരുമാന മാർഗം. മോദിജിയോട് സംസാരിക്കാൻ പറ്റിയതിന് വളരെയധികം സന്തോഷമുണ്ട്. नमस्ते मोदी जी, मेरा नाम विनीता KK है। जिला वायनाड में मानंदवाड़ी में मैं रहता हूँ। मैं VB जीराम जी और में काम करता है और खेती भी करता है। आपके मैं 8 नंबर बूथ का अध्यक्ष है और आज आपके साथ बात करने में बहुत खुशी हुआ है। विनीता जी, मेरे लिए बहुत खुशी की बात है कि केरल के कोने में आपको काम करते देखना और आज आपसे बात करने का अवसर मिलना। आपसे मैं एक और बात जानना चाहता हूं। ये तो साफ साफ नजर आता है कि केरलम के लोग LDF और UDF की लूट से तंग आ चुके हैं। आप जब अपने बूथ पर लोगों से मिलते हैं तो वे बीजेपी से क्या एक्सपेक्ट करते हैं, क्या अपेक्षाएं हैं? वे केरल में बीजेपी NDA से कैसी सरकार की उम्मीद करते हैं? വിനിതാജി, വളരെ സന്തോഷം. കേരളത്തിൽ ഒരു അറ്റത്ത് ഇരുന്നു കൊണ്ട് താങ്കൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് അറിഞ്ഞതിൽ. നോക്കൂ, എനിക്ക് ഒരു കാര്യം താങ്കളിൽ നിന്നും അറിയണം.
നോക്കൂ, കേരളത്തിലെ ജനങ്ങൾ UDF-നോടും LDF-നോടൊക്കെ മടുത്തു കഴിഞ്ഞു. അവരുടെ കൊള്ളയിൽ മനം മടുത്തിരിക്കുകയാണ് എന്ന് എനിക്ക് ബോധ്യമായി. നോക്കൂ, നിങ്ങൾ ബൂത്തുകളിലൊക്കെ പോയി ബന്ധപ്പെടുമല്ലോ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്. ആ സമയത്ത് കേരളത്തിലെ ജനങ്ങൾ അവർ BJP-യിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത്? കേരളത്തിലെ BJP NDA-യുടെ ഒരു സർക്കാർ വരികയാണെങ്കിൽ ആ സർക്കാരിൽ നിന്ന് അവരെന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് താങ്കളിൽ നിന്നും അറിഞ്ഞാൽ കൊള്ളാം. കേരളത്തിൽ NDA സർക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാടിന് ഒരു മോചനം ലഭിക്കും. അതേപോലെ തന്നെ നമ്മൾ ഓരോ വീട് സന്ദർശിക്കുമ്പോഴും അവര് ഓരോരുത്തരായി നമ്മളോട് പറയുന്നത് NDA സർക്കാർ വരണമെന്നും മോദിജിയെ പോലെയുള്ള ഒരു ഭരണാധികാരികൾ വരണമെന്നും അവര് വന്നാൽ മാത്രമേ നമ്മുടെ കേരളത്തിന് ഒരു മുക്തി ലഭിക്കുകയുള്ളൂ എന്നും അവര് പറയാറുണ്ട്. മോദിജി കൊണ്ടുവന്ന വികസനം എല്ലാവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് മോദിജി ഇനിയും വരണമെന്നും പറയുന്നത്. അതേപോലെ തന്നെ മോദിജിയുടെ ഓരോ പ്രവർത്തനങ്ങളും എല്ലാവരുടെ മനസ്സുകളിലും കീഴടക്കി കഴിഞ്ഞു. അതുകൊണ്ട് NDA സർക്കാർ വന്നാൽ മാത്രമേ കേരളത്തിന് ഒരു മുക്തി ലഭിക്കുകയുള്ളൂ എന്ന് ഓരോരുത്തർക്കും മനസ്സിലായി. नमस्ते मोदी जी, जब हम घर घर जाता है उस समय उधर के लोगों हमें कहता है कि हमारा केरल में मोदी जी जैसा एक CM चाहिए, मोदी मॉडल सत्ता चाहिए, सरकार चाहिए। केरला जो मुश्किलों में अब बसे हुए हैं, इस मुश्किलों से बाहर आने के लिए हमें मोदी जी जैसा एक CM चाहिए और मोदी जी का सरकार जैसा सरकार चाहिए। केरल का लोग ये प्रतीक्षा में है। विनीता जी, आप पब्लिक स्पीच देती हैं क्या, भाषण करती हैं क्या? വിനീത ജി, നിങ്ങൾ പ്രസംഗിക്കാറുണ്ടോ പൊതുയോഗങ്ങളിലൊക്കെ? ചെറുതായിട്ട് പ്രസംഗിക്കാറുണ്ട്. പിന്നെ കഴിഞ്ഞ ഇലക്ഷന് പിന്നെ വാർഡ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു. അതിന്റെ പരിചയം മാത്രമേ ഉള്ളൂ. थोड़ा थोड़ा भाषण देता है और पिछले लोकल बॉडी इलेक्शन में कैंडिडेट भी था, इसका एक्सपीरियंस है मेरे पास। विनीता जी, आपको सुनकर के मैं सचमुच में बहुत मुझे आश्चर्य हुआ है कि आप अनुसूचित जनजाति समाज से, और वो भी अत्यंत गरीब परिवार से, और वो भी दैनिक मजदूर के रूप में जी राम जी में काम करती हो, और इतने बढ़िया तरीके से, इतने स्पष्ट शब्दों में आप शानदार बात करती हो। मुझे बहुत गर्व हुआ कि मेरी पार्टी में छोटे से छोटे कार्यकर्ता भी इतने सामर्थ्यवान है। सबसे पहले तो मैं आगे बात करने से पहले आपको इस बात के लिए बहुत बधाई देता हूं। വിനീത ജി, ഒരു പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും വന്നിട്ട് താങ്കൾ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു. അതും വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിൽ നിന്ന് വരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയാണ് ജീവിതമാർഗം കണ്ടെത്തുന്നത്. എന്നിട്ടും താങ്കൾ വളരെ സ്പഷ്ടമായും വ്യക്തമായും ആത്മവിശ്വാസത്തോടും കൂടി സംസാരിക്കുന്നു, വളരെ കഠിനമായി പ്രവർത്തിക്കുന്നു. താങ്കളുടെ ഈ പ്രവർത്തനത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ തുടർന്ന് സംസാരിക്കുന്നതിന് മുമ്പ് താങ്കളെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു. विनीता जी, आपने जो कहा मुझे बहुत सच लगता है, क्योंकि मैं पिछले दिनों जब केरल में आया और चुनाव रैलियों में जो मैंने वातावरण देखा, उससे मुझे साफ लगता है कि केरल में इस बार BJP NDA को अवसर देने के लिए पूरी तरह से तैयार है। हमें केरलम की जनता के इस विश्वास को अब अटूट भरोसे में बदलना है। വിനീത ജി, താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഞാൻ ഈ അടുത്ത ദിവസം കേരളത്തിൽ വന്നപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയതിൽ നിന്നും എനിക്ക് ഒരു കാര്യം മനസ്സിലായി. കേരളത്തിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഒരു അവസരം നൽകാൻ തയ്യാറായിരിക്കുകയാണ്. നമ്മൾ ഈ കേരളത്തിലെ ഈ ജനങ്ങളുടെ ഈ തീരുമാനത്തെ ആ തീരുമാനത്തെ ഒരു ശക്തമായ വിശ്വാസമാക്കി മാറ്റി നമ്മൾ മുന്നോട്ട് പോകണം. मैं सभी केरलम के बूथ के कार्यकर्ताओं से आग्रह करना चाहूंगा, और इसके लिए मैं आपसे कुछ बातें बताता रहा हूं जो आप अपने बूथ के मतदाताओं के बीच लेकर जा सकते हैं। आप अपने बूथ के लिए
अगले 5 साल का रोड मैप बनाइए। बूथ के लोग जो परिवर्तन देखना चाहते हैं, इसमें उन अपेक्षाओं का ब्लूप्रिंट ही दिखाई देना चाहिए। बीजेपी एनडीए सरकार उसके आधार पर आने वाले 5 वर्षों में इसके आधार पर काम करेगी। ये गारंटी मोदी की तरफ से आपको देनी है। ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങൾ ഒരു സന്ദേശം, ഈ സന്ദേശം ഞാൻ പറയുന്നത് ബൂത്തുകളിലെ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കണം, വോട്ടർമാരുടെ എത്തിക്കണം. നോക്കൂ, നിങ്ങളുടെ ബൂത്തുകളിലെ അവിടെ അടുത്ത 5 വർഷത്തേക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഒരു പദ്ധതി തയ്യാറാക്കണം. മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ടല്ലോ, ആ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസൃതമായി ഒരു രൂപരേഖ തയ്യാറാക്കണം. ആ രൂപരേഖയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി അടുത്ത 5 വർഷം നിങ്ങൾ ജോലി ചെയ്യും എന്ന് അവർക്ക് നിങ്ങൾ ഉറപ്പ് കൊടുക്കണം. അവരോട് പറയണം, ഇത് മോഡിയുടെ ഗ്യാരണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഗ്യാരണ്ടിയാണ് എന്ന് പറയണം. आप लोगों को घर घर जाकर के भरोसा दीजिए कि एक बार बीजेपी एनडीए को जरूर वोट दें। कांग्रेस और कम्युनिस्टों को आप सबने 75 साल दिए हैं, बीजेपी एनडीए को 5 साल देकर देखिए और बड़े विश्वास से बताइए। पूरे देश में हमें जहां जहां मौका मिला है, हर राज्य में हमारे कार्यकर्ताओं ने वहां की अद्भुत सेवा की है, ये विश्वास के साथ बताइए। और विनीता जी, मैं तो चाहूंगा कि वहां के जो मीडिया वाले हैं वे आपकी और आपके सांसद की पब्लिक में डिबेट करवा दे। आप दोनों का आमने सामने भाषण करवा दे। मैं पक्का मानता हूं आप आपके सांसद से भी बहुत बढ़िया भाषण कर दोगी। നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകാം. നിങ്ങളുടെ ബൂത്തുകളിലെ ജനങ്ങളെ പോയി കാണൂ, എന്നിട്ട് അവരോട് പറയൂ, കഴിഞ്ഞ 75 വർഷം നിങ്ങൾ LDF-നും UDF-നും അവസരം നൽകിയില്ലേ, നിങ്ങൾ 5 വർഷം BJP-ക്ക് തരൂ, വ്യത്യാസം നമ്മൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാമെന്ന്. നോക്കൂ, ഇന്ത്യയിൽ എത്ര സ്ഥലത്ത് BJP ഭരിക്കുന്നു, ആ ഭരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ജനങ്ങൾ അവസരം നൽകിയപ്പോൾ ഞങ്ങൾ വലിയ മാറ്റം നമ്മൾ വരുത്തിയില്ലേ, അത് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തു. ഒരവസരം തന്നാൽ ഇന്ത്യയിൽ BJP ഭരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായ പോലുള്ള മാറ്റം ഇവിടെ വരും. പിന്നെ വിനീതാജി, താങ്കളോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ മാധ്യമങ്ങളുമായി സംവദിക്കൂ, നിങ്ങളെ MP-യെ നിങ്ങൾ ഒരു സംവാദത്തിന് വിളിക്കൂ. നിങ്ങളെ MP ഉണ്ടല്ലോ, നിങ്ങളുടെ പാർലമെന്റ്, വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ MP-യെ നിങ്ങൾ സംവാദത്തിന് വിളിക്കൂ. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, അവരെ നിർത്തിക്കൊണ്ട് നിങ്ങൾ ഗംഭീരമായി കാര്യങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. चलिए, अब आगे कौन साथी बात करेंगे? ആരാണ് ഞാനുമായി ഇനി സംസാരിക്കുന്നത്? ആരാണ്? നമസ്തേ മോദിജി, എന്റെ പേര് ശ്രീകുമാർ. പത്തനംതിട്ട ജില്ലയിലെ അടൂർ നിയമസഭാ മണ്ഡലത്തിൽ പന്തളമാണ് സ്വദേശം. 1998 മുതൽ ഇന്ത്യൻ ആർമിയിലെ 6 മദ്രാസ് ബസന്താർ ബറ്റാലിയനിൽ സേവനമനുഷ്ഠിച്ചു. 2016 സേവനം പൂർത്തിയാക്കി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ BJP-യിലെത്തി. അതിനുശേഷം BJP-യുടെ അടൂർ മണ്ഡലം സെക്രട്ടറിയായും ഇപ്പോൾ നിലവിൽ പന്തളം നഗരസഭാ കൗൺസിലറായും ചുമതലയിലിരിക്കുന്നു. नमस्ते मोदी जी, मेरा नाम श्री कुमार V है। मैं 1998 से इंडियन आर्मी में काम किया, 6 मद्रास बसंता यूनिट में था और 2016 में आर्मी से रिटायर होने के बाद अब BJP में काम करता है। मैं मंडल सचिव है और पंदलम नगर सभा म्युनिसिपालिटी काउंसिलर भी है। श्री कुमार जी, आपने तो अपनी जवानी देश के लिए खपा दी है। एक सैनिक के नाते एक बहुत ही जज्बे के साथ आपने देश के लिए जीवन जिया है। और मैंने देखा है कि जो पूर्व सैनिक है उनके दिल में देशभक्ति इतनी भरी रहती है कि वे हमेशा भाजपा को पसंद करते हैं। और आपने भाजपा के माध्यम से देश की सेवा जारी रखी। इतना ही नहीं,
आपको आपके यहाँ के लोगों ने भी सेवा करने का अवसर दिया, आपको चुन करके भेजा। मैं सबसे पहले तो आपको आपकी इस देशभक्तिपूर्ण प्रेरक यात्रा के लिए बहुत-बहुत बधाई देता हूं। ശ്രീകുമാർജി, താങ്കളുടെ യൗവനം ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചു. താങ്കൾ പട്ടാളത്തിൽ ചേർന്നു. താങ്കൾ ഈ നാടിനെ സേവിച്ചു. മാത്രവുമല്ല, ഞാൻ കണ്ടിട്ടുണ്ട് ഈ പട്ടാളക്കാർ, പ്രത്യേകിച്ച് പട്ടാളത്തിൽ വിരമിച്ച പൂർവ്വ പട്ടാളക്കാർ, അവരൊക്കെ രാജ്യത്തെ സ്നേഹിക്കുന്നു. അവരുടെ രാജ്യസ്നേഹം അവരുടെ ജോലി കഴിഞ്ഞാൽ BJP-യിലൂടെ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കളും അത് ചെയ്തു. താങ്കൾ ഒരു ദേശഭക്തനാണ്, ഒരു പൂർവ്വ സൈനികനാണ്. താങ്കൾ സൈനിക സ്തുത്യർഹമായ സേവനത്തിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ചു. മാത്രവുമല്ല, താങ്കളുടെ നാട്ടിലെ ജനങ്ങൾ താങ്കളെ അംഗീകരിച്ചു. അവർ താങ്കളെ ഒരു കൗൺസിലറായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. താങ്കൾക്ക് എന്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ. श्री कुमार भी, केरल में जो स्टेटस को रहा है, इससे सबसे ज्यादा बेचैन हमारे युवा रहे हैं। उनको लगता है कि LDF को सत्ता मिले या UDF को। यूथ की मजबूरी माइग्रेशन ही है, इसलिए वे इंफ्रास्ट्रक्चर, इंडस्ट्री और स्टार्टअप्स को बढ़ावा देने वाली BJP को मौका देना चाहते हैं। केरलम के युवा आपसे जरूर प्रेरणा लेते हैं, आपसे खुल करके बातें भी करते होंगे। केरलम के युवा आपसे क्या कहते हैं? ശ്രീകുമാർജി, കേരളത്തിലെ നിലനിൽക്കുന്ന അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വിഷമമുള്ളത്, ബേജാറുള്ളത് കേരളത്തിലെ യുവാക്കൾക്കാണ്. നമുക്ക് അവർ വിശ്വസിക്കുന്നു LDF-ഉം UDF-ഉം വന്നാൽ യുവാക്കൾ നാട് വിട്ടു പോകേണ്ടി വരും. അതിന്റെ ഗതികേടിലാണ് അവർ. അവര് അടിസ്ഥാന വികസനവും സ്റ്റാർട്ടപ്പും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന BJP-യാണ് അവർ ആഗ്രഹിക്കുന്നത്. BJP-ക്ക് അവസരം നൽകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നോക്കൂ, താങ്കൾ യുവാക്കളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ. താങ്കൾക്ക് എന്താണ് അവരുടെ, ഈ യുവാക്കളുടെ അഭിപ്രായം? താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? നിരവധി സുഹൃത്തുക്കൾ हेलो ശ്രീകുമാർജി, തുടരൂ. आइए, शायद श्री कुमार जी हम क्या बातचीत हमारी कट हो गई है। मैं अगर दोबारा कनेक्ट हो जाएगा तो श्री कुमार जी के पास आऊंगा। तब तक हम आगे चलते हैं। आइए, अब कौन बात करेंगे? श्री कुमार जी से बाद में बात करेंगे। നോക്കൂ, നമ്മളെ ശ്രീകുമാർജിയുമായിട്ടുള്ള നമ്മുടെ കണക്ഷന് ചെറിയൊരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് അത് വീണ്ടെടുത്തിട്ട് ശ്രീകുമാർജിയുമായി വീണ്ടും സംസാരിക്കാം. നോക്കൂ, ആരാണ് ഇനി സംസാരിക്കുന്നത്? നമസ്കാരം മോഡിജി, എന്റെ പേര് ദിലീപ് കുമാർ. ഞാൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ 46-ാം ബൂത്തിലാണ് എന്റെ താമസം. ഞാൻ വാഴക്കാട് BJP വാഴക്കാട് മണ്ഡലം പ്രസിഡന്റാണ്. എന്റെ കൂടെ അമ്മയും അച്ഛനും ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങയെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. नमस्ते मोदी जी, मेरा नाम दिलीप कुमार है. मैं जिला मलप्पुरम में कोंडोटी से आ रहा हूँ. मैं 46वां बूथ का कार्यकर्ता है. मैं पिछले 15 साल BJP में काम करता है. मेरे साथ मेरा पिताजी और माताजी भी है. हम सब आपका भाषण सुन रहा है. दिलीप कुमार जी, सबसे पहले तो आपके माता पिता को मेरे प्रणाम कहिएगा। अच्छा, मुझे बताइए, केरल में जिस तरह कांग्रेस और कम्युनिस्ट करप्शन और कम्युनिज्म फैला रहे हैं, उससे भी बहुत लोगों में गुस्सा है, क्योंकि वो समाज को बांटने का काम करते हैं, एक दूसरे से लड़ने का काम करते हैं। UDF और LDF दोनों में कट्टरपंथियों के वोट के लिए होड़ लगी हुई है। और आपको तो मालूम है, आजकल हम साफ देख रहे हैं कि वो गांधी जी वाली कांग्रेस बची नहीं है। अब एक ऐसी कांग्रेस है
जो माओवादी मुस्लिम लीगी कांग्रेस बन गई है। आप जब लोगों से मिलते होंगे तो आपसे भी लोग इसी प्रकार की बहुत सी बातें करते होंगे। मैं जरूर जानना चाहता हूं कि जमीन की हकीकतें क्या है। ദിലീപ് കുമാർജി, താങ്കളുടെ അമ്മയോടും അച്ഛനോടും എൻ്റെ പ്രണാമം അറിയിക്കൂ. നോക്കൂ, താങ്കള് ഇപ്പൊ അറിയാലോ കേരളത്തിലെ സ്ഥിതി. അവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല അവർ ഈ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല, ഗാന്ധിയുടെ കോൺഗ്രസ് ഒന്നുമല്ല. അത് ഈ മാവോവാദികളുടെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ താളത്തിന് തുള്ളുന്ന കോൺഗ്രസ്സിന്. അത് സംബന്ധിച്ച് ജനങ്ങളുടെ വലിയ ദേഷ്യമുണ്ട്. അവര് UDF-ഉം LDF-ഉം അവര് ഈ തീവ്രവാദ ശക്തികളെ പ്രോത്സാഹിപ്പിച്ച് അവരെ വോട്ടിന് വേണ്ടി അവരോടൊപ്പം ലോക്യം കൂടിയിരിക്കുകയാണ്. നോക്കൂ, അവര് ജനങ്ങളിടയിൽ സൃഷ്ടിച്ചിരിക്കുന്ന വേവലാതിയെപ്പറ്റി, ആശങ്കയെപ്പറ്റി താങ്കൾക്കറിയാലോ. താങ്കൾ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുകയാണല്ലോ. എന്താണ് താങ്കൾ ജനങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്? തീർച്ചയായും മോഡിജി, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മലപ്പുറം ജില്ലയിൽ തന്നെ വേങ്ങര നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയായ KM ഷാജിയുടെ ഒരു വർഗീയ പ്രസംഗം. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് മതമാണ് പ്രശ്നം. ആ ഒരു പ്രസംഗവും കഴിഞ്ഞ് അദ്ദേഹം കഴിഞ്ഞ 10 വർഷം മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ മത്സരിക്കുന്നതെന്നൊരു പ്രസ്താവന. ഇത്തരത്തിലുള്ള വർഗീയ പ്രീണനം നടത്തിക്കൊണ്ടാണ് അവര് LDF ആയാലും UDF ആയാലും ഇവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നത്. എല്ലാ വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ച് LDF പ്രചാരണ രംഗത്തുണ്ട്. LDF SDPI പോലുള്ള PFI പോലുള്ള വർഗീയ സംഘടനകളെ മുൻകാലങ്ങളിൽ എടുത്ത നിലപാടുകൾ ശരിവെച്ചിട്ടുണ്ട്. അവരുടെ ആളുകളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി ഇട്ടാണ് മണ്ഡലത്തിൽ പ്രചാരണം നടത്തുന്നത്. ഈ രണ്ട് മുന്നണികൾക്കും ബദലായി BJP വികസനം മാത്രമാണ് പറഞ്ഞുകൊണ്ട് ജനവിധി തേടുന്നത്. മാത്രമല്ല, ഇവിടെ കഴിഞ്ഞ 12 വർഷത്തെ അങ്ങയുടെ ഭരണത്തിൽ ജനങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഇതുപോലത്തെ ഭരണത്തിനായി കേരളത്തിലെ ജനങ്ങൾ ഇവിടെ ദാഹിക്കുകയാണ്. मोदी जी, आपने ठीक कहा। केरल में कम्युनिस्ट और कांग्रेस ऐसा काम करता है। इसका बहुत अच्छा उदाहरण है वेंगरा विधानसभा क्षेत्र से जो मुस्लिम लीग का कैंडिडेट है। इन्होंने कहा मसब है मेरे लिए पहला इश्यू, मैं इसके लिए काम करता है। जो मुस्लिम कम्युनिटी को पिछले 10 साल में जो नहीं मिला, हम अगले 5 साल में हम मुस्लिम कम्युनिटी के लिए काम करते, सिर्फ उस कम्युनिटी के लिए काम करेगा, ऐसा बोला। इसलिए ये दोनों UDF और LDF कट्टरपंथियों के पीछे है, उसके वोट के लिए सब कुछ करता है, इसके साथ गठबंधन करता है। मगर केरल का मालपुरम डिस्ट्रिक्ट का लोगों आपकी तरह मोदी जी के ऐसा एक CM चाहता है, ऐसा एक सरकार चाहता है। दिलीप जी, आपने एक बहुत गंभीर विषय उठाया है। LDF और UDF करप्शन और कम्युनलिज्म तो फैला ही रहे हैं, ये केरलम का डबल नुकसान कर रहे हैं। एक तरफ ये वोट के लिए फंडामेंटलिस्ट ताकतों का इस्तेमाल कर रहे हैं और उनके एजेंडे से समाज को तोड़ने का ही काम कर रहे हैं। दूसरी तरफ ये हमारी आस्था से खिलवाड़ कर रहे हैं। भगवान अयप्पा के भक्तों के साथ ये क्या कर रहे हैं? वहां जो गोल्ड है उसको लेकर LDF और UDF कैसे मिलकर बेईमानी कर रहे हैं। कोऑपरेटिव बैंकों में आपकी जमा पूंजी को कैसे बर्बाद कर रहे हैं, ये सब कुछ जनता देख रही है। और दिलीप जी, आपने कहा कि मेरे जैसा मुख्यमंत्री, देखिए मेरे लिए तो आप ही मोदी है। केरलम का मेरा एक एक कार्यकर्ता मेरे लिए तो मोदी है। और इसलिए केरलम की जनता हमारे कार्यकर्ताओं को जहां भी सेवा करने का मौका देती है, वो पूरे समर्पण भाव से सिर्फ और सिर्फ राज्य की जनता की सेवा के लिए अपने आप को खपा देते हैं। ദിലീപ് കുമാർജി, താങ്കൾ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഉന്നയിച്ചത്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. LDF-ഉം UDF-ഉം അഴിമതിയും വർഗീയതയും പരത്തുകയാണ് നമ്മുടെ നാട്ടിൽ. ഇത് കാരണം നമ്മുടെ കേരളത്തിന് ഇരട്ടി ദോഷമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇത് ഇവര് ഈ മതമൗലികവാദ ശക്തികളെ അവരുടെ സഹായം സ്വീകരിക്കുകയാണ്. എന്നിട്ട് സമൂഹത്തെ അവർ രണ്ട് കഷ്ണമായി അല്ലെങ്കിൽ പല കഷ്ണമായി അവര് വിഭജിപ്പിക്കുകയാണ്. മാത്രവുമല്ല ഇവർ ചെയ്യുന്ന പ്രവൃത്തി കണ്ടില്ലേ, നമ്മളെ വിശ്വാസങ്ങളുമായി അവര് കുട്ടിക്കളി കളിക്കുകയാണ്. അവർ അതെടുത്ത് പന്താടുകയാണ്. ഭഗവാൻ അയ്യപ്പന്റെ ഭക്തന്മാരോട് എന്താണ് അവർ കാണിച്ചത്? അവിടുത്തെ സ്വർണം മുഴുവൻ അവരെടുത്തോണ്ട് പോയി. ഈ LDF UDF അവിടെ വിശ്വാസ വഞ്ചന കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ രണ്ടു കൂട്ടരെയും നമ്മൾ കരുതിയിരിക്കണം. ഇപ്പൊ താങ്കൾ പറഞ്ഞു മോഡിജിയെ പോലുള്ള ഗവൺമെന്റ് വേണം, എന്റെ പോലത്തെ മുഖ്യമന്ത്രി വേണമെന്ന്. നോക്കൂ, എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കളും ഒരു മോഡിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ കാര്യകർത്താക്കളും മോഡിമാരാണ്. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി സ്വന്തം കാര്യം മാറ്റി നിർത്തി നമ്മൾ സമർപ്പണ ഭാവത്തോടുകൂടി സേവനം നടത്തണം. നമ്മൾ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇവിടെ സഹകരണ ബാങ്കുകളിൽ കേരളത്തിൽ എന്താണ് നടക്കുന്നത്? നമ്മുടെ പാവപ്പെട്ടവർ അവിടെ നിക്ഷേപിച്ച പൈസ എടുത്ത് അവര് നശിപ്പിച്ചു കളയുകയാണ്, അവരെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഇതിനൊക്കെ വേണ്ടി നിങ്ങളെ പോലുള്ളവർ ഇതിനൊക്കെ എതിരായി പ്രവർത്തിക്കണം. सुहृतगणे, मैं सभी बूथ के कार्यकर्ताओं से भी आज कुछ बातें जरूर कहूंगा। आपको बूथ पर ये दोनों LDF और UDF उनके कम्युनल और करप्ट एजेंडे को घर घर जाकर के एक्सपोज करना है। घर में जाकर के बैठ करके एक एक घटना लोगों को याद करानी है और साथ साथ कुछ काम और भी करने चाहिए। आपके बूथ में ऐसे हर काम जिसमें करप्शन के आरोप है उनको लोगों को बताइए, हर किसी को बताइए। ये पैसा आपका है, आपके पैसे लूटे गए हैं, लोगों में उसके विषय में चर्चा होनी चाहिए। और ये जनता को लूटने वालों के लिए जनता में नफरत पैदा होनी चाहिए। സുഹൃത്തുക്കളെ, നമ്മുടെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളെ അഴിമതി, അതോടൊപ്പം വർഗീയത, ഈ രണ്ട് അജണ്ടകൾ വെച്ചിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇത് നമ്മൾ തുറന്നു കാണിക്കണം. നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും വീടുകളിൽ പോയി ആളുകളുമായി സംസാരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും വെച്ച് ഇവർ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ ശ്രമിക്കുകയാണ്, നാട് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ബൂത്തുകളിലെ പ്രവർത്തകരുമായി, ജനങ്ങളുമായി നിങ്ങൾ സംസാരിച്ച് അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അവരോട് നിങ്ങൾ ബൂത്തുകളിൽ സംഭവിക്കുന്ന അഴിമതി ഉണ്ടാവും, പ്രാദേശികമായ അഴിമതികളുടെ കാര്യങ്ങൾ പറയണം. എന്നിട്ട് അവരോട് പറയണം, നിങ്ങളുടെ പണമാണ്, ജനങ്ങളുടെ പണമാണ്, ജനങ്ങൾക്ക് അവകാശപ്പെട്ട പണമാണ് ഇവർ നശിപ്പിച്ചു കളയുന്നത്. അതുകൊണ്ട് അതിനെതിരെ അവരെ ബോധവാന്മാരാക്കണം. मैं सभी बूथ के कार्यकर्ताओं को ये भी कहना चाहूंगा कि आप जब लोगों के बीच जाएं तो बड़े विश्वास के साथ बताइए कि हमारी सबका साथ सबका विकास ये नीति की कितनी ताकत है। मैंने तो देखा है, दुनिया के बड़े बड़े नेताओं से मैं मिलता हूं तो वो भी भारत में आज सरकार जो सबका साथ सबका विकास की बात कर रही है उसको बहुत अप्रिशिएट करते हैं। हमें घर घर इस बात को पहुंचाना चाहिए। बीजेपी की जो वेलफेयर स्कीम है, आंकड़ों के साथ और मोबाइल फोन पर वीडियो ले जा करके डेटा सहित तर्क भी चाहिए, तथ्य भी चाहिए, सबको समझानी चाहिए। और इसलिए गरीबों के घर हो, मुफ्त राशन हो, मुफ्त इलाज हो, नल हो, ऐसी हर स्कीम का फायदा हर जाति हर वर्ग के लोगों को कैसे मिल रहा है ये आप घर घर जाके बताइए। നോക്കൂ, നമ്മുടെ ഈ കേന്ദ്ര സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതികൾ, അതിനെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരോടും പറയണം. നമ്മൾ സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരോടും ഒപ്പം എല്ലാവർക്കും വികസനം എന്ന നമ്മളുടെ ഈ സങ്കല്പമുണ്ടല്ലോ, ലോക നേതാക്കന്മാർ അംഗീകരിച്ചു കഴിഞ്ഞു. ലോകം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്ത് നമ്മൾ നടപ്പിലാക്കിയ ഈ പദ്ധതികൾ.
നമ്മുടെ ക്ഷേമ പദ്ധതികൾ. ഈ ക്ഷേമ പദ്ധതികളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യിപ്പിക്കണം. നിങ്ങൾ വീടുകളിൽ പോകുമ്പോൾ നിങ്ങളെ കൈവശം കണക്കുകൾ വേണം, മൊബൈൽ ഫോൺ വീഡിയോകൾ വേണം. എന്നിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കണം, ഇത്ര പാവപ്പെട്ടവർക്ക് ആവാസ് യോജന പ്രകാരം വീട് കൊടുത്തു, ഇത്ര ആളുകൾക്ക് നമ്മൾ ഫ്രീ റേഷൻ കൊടുത്തു, സൗജന്യ റേഷൻ കൊടുത്തു, നമ്മൾ പൈപ്പിൽ വെള്ളം എത്തിച്ചു കൊടുത്തു. നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളുടെ കണക്ക്, പാവങ്ങൾക്ക് വേണ്ടി ചെയ്തത്, ഈ രാജ്യത്തിലെ സാധാരണക്കാരന് വേണ്ടി ചെയ്തത് നിങ്ങൾ ബോധ്യപ്പെടുത്തണം. ഓരോ വീട്ടിലും പോയി നിങ്ങൾ കണക്കു സഹിതം കൃത്യമായി ബോധ്യപ്പെടുത്തണം. दिलीप जी, आज आपसे बात करके बहुत अच्छा लगा और मैं कल्पना कर सकता हूं कि ऐसे समाज को तोड़ने वाली ताकतों के बीच में आप किस प्रकार से देशभक्ति का विचार लेकर के काम कर रहे हैं। आप भी बधाई के पात्र हैं, वहां के सब कार्यकर्ता बधाई के पात्र हैं। चलिए आगे चलते हैं। हमारे अगले साथी कौन है? ദിലീപ് ജി, അഭിനന്ദനങ്ങൾ. ഇത്തരത്തിലുള്ള രാജ്യദ്രോഹ ശക്തികൾ, രാജ്യത്തെ നശിപ്പിക്കുന്ന ശക്തികളുടെ ഇടയിൽ താങ്കളും താങ്കളെ പോലുള്ള നിരവധി പ്രവർത്തകരും എങ്ങനെയാണ് പണിയെടുക്കുന്നത്, ജോലി ചെയ്യുന്നത് മനസ്സിലാക്കിയത് വലിയ സന്തോഷം. വരൂ, ഇനി ആരാണ് എന്നോട് അടുത്തതായി സംസാരിക്കുന്നത്? നമസ്കാരം മോദിജി, എൻ്റെ പേര് മുരളീധരൻ കല്ലാറ്റ്. ഞാനൊരു റിട്ടയർഡ് മറൈൻ എഞ്ചിനീയർ ആണ്. തൃശൂർ നാട്ടിക നിയോജക മണ്ഡലത്തിലെ 121 ബൂത്തിന്റെ ഇൻചാർജ് ആണ്. नमस्ते मोदी जी, मैं एक सेवा विमुक्त मरीन इंजीनियर है। मैं बीजेपी का 151 बूथ का कार्यकर्ता है। मैं त्रिशूर जिला में नाटिका में काम करता है बीजेपी में। मुरलीधरन जी, आप तो इंजीनियर रहे हैं, सेवानिवृत्त है और जीवन के अनुभव लेकर के आज केरल के लोगों की सेवा करने के लिए भाजपा के कार्यकर्ता के रूप में अपना कार्य कर रहे हैं। ये सुनकर मुझे बहुत अच्छा लग रहा है। आपके पास तो काफी अनुभव है। मुरलीधरन जी बताइए, मुझे बताया गया है कि कांग्रेस ने दिल्ली में हुई एआई समिट में जो शर्मनाक हरकत की और उसको जिस तरह जस्टिफाई किया जा रहा है, खुद आके कपड़े फाड़ दे, दुनिया के सामने नंगा नाच करे, ऐसा सब देखने के बाद केरलम के लोग बहुत नाराज हैं। ऐसी हरकतें करने वाले केरलम में टेक्नोलॉजी और टूरिज्म के पोटेंशियल को समझ ही नहीं सकते। इन विषयों को लेकर लोग आपसे जरूर बातें करते होंगे, अपना गुस्सा बताते होंगे, अपने नए नए विचार बताते होंगे। मैं आपसे सुनना चाहता हूं कि धरती पर से क्या आवाज आ रही है। മുരളീധർ ജി, നമസ്കാരം. താങ്കൾ ഒരു റിട്ടയർഡ് എഞ്ചിനീയർ ആണെന്ന് അറിഞ്ഞത് വളരെ സന്തോഷം. താങ്കൾ ഒരു എഞ്ചിനീയറൊക്കെ ആയി ജോലി ചെയ്ത ആളാണല്ലോ. താങ്കൾക്ക് വലിയ അനുഭവ സമ്പത്തുണ്ട്. ഇപ്പോൾ താങ്കൾ BJPയിലും പ്രവർത്തിക്കുകയാണ്. നോക്കൂ, താങ്കൾ ഒരു എഞ്ചിനീയർ ആയിരുന്നല്ലോ. ആ ഒരു അനുഭവ സമ്പത്ത് വെച്ച് എന്നോട് പറയൂ. നോക്കൂ, താങ്കൾ കണ്ടിട്ടുണ്ടാവും ഈ അടുത്ത ദിവസം ഡൽഹിയിൽ നടന്ന AI സമ്മേളനം. ആ AI സമ്മേളനത്തിൽ കോൺഗ്രസുകാർ അവിടെ വന്നിട്ട് എന്തൊക്കെ വൃത്തികേടാണ് ചെയ്തത്. അവർ സ്വയം വസ്ത്രമൂരി, സ്വയം നഗ്നരായി അവിടെ എന്തൊക്കെ മോശം പ്രവൃത്തിയാണ് കാണിച്ചത്. ഇതൊക്കെ കേരളത്തിലെ ആളുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അവരൊക്കെ വലിയ തോതിൽ നിരാശരായിരിക്കും. ഇങ്ങനെ കാണിക്കേണ്ട സ്ഥലമാണോ ഇത്? നമ്മളെ സാങ്കേതിക വിദ്യയും നമ്മളെ കേരളത്തിൻ്റെ നമ്മുടെ വിനോദസഞ്ചാര സാധ്യതകളും നമ്മളെ പെട്രോളിയം സാധ്യതകളും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ, ഇതൊന്നും മനസ്സിലാക്കാതെ ഇതൊക്കെ ഇതിനെയൊക്കെ താറടിച്ച് കാണിക്കുന്ന രീതിയിൽ ഈ ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്തതിൽ നോക്കൂ, കേരളത്തിലെ ജനങ്ങൾ, താഴെത്തട്ടിലെ ജനങ്ങൾ എന്താണ് അവർ ഇതിനെപ്പറ്റി പറയുന്നത്? എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? സർ, ഈ വിഷയത്തിൽ ആളുകൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലാണ് സംസാരിക്കുന്നത്. ചിലർ പറയുന്നത് AI ഉച്ചകോടി പോലുള്ള പ്രധാന പരിപാടികളിൽ രാഷ്ട്രീയ പാർട്ടികൾ ഗൗരവവും
സഹകരണ മനോഭാവവും കാണിക്കണം എന്നാണ്. അത്തരത്തിലുള്ള വേദികളിൽ അതിനു വിരുദ്ധമായ പെരുമാറ്റം ഉണ്ടാകുമ്പോൾ അവർ നിരാശരാകുന്നു. എന്നാൽ മറ്റു ചിലർ ഇത് ഏതു രാഷ്ട്രീയപരമായ വ്യാഖ്യാനമായി കാണുകയും ഓരോ പാർട്ടിയും താങ്കളുടെ നിലപാടുകൾക്ക് അനുസരിച്ച സംഭവങ്ങളെ വ്യത്യസ്തമായി അവതരിപ്പിക്കുന്നതാണ് എന്നും പറയുന്നു. എന്നിരുന്നാലും സാങ്കേതിക വിദ്യ, AI, സ്റ്റാർട്ടപ്പ് മേഖല, ടൂറിസം എന്നിവയിൽ നിന്ന് കേരളത്തിന് ലഭ്യമായ സാധ്യതകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാണ് ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, നിക്ഷേപങ്ങൾ സംഘടിപ്പിക്കൽ, ആഗോളതലത്തിൽ മുന്നേറ്റം തുടങ്ങിയ കാര്യങ്ങളിലാണ് കൂടുതൽ ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. केरल में ज़्यादा से ज़्यादा लोग ये जो घटना हुआ है इसके खिलाफ है। वो सोचता है कि हम AI में आगे जाना चाहिए, हमें टूरिज्म, टेक्नोलॉजी और पेट्रोलियम में बहुत अधिक आगे जाना चाहिए, इसका विकास होना चाहिए, केरला को भी फ़ायदा मिलना चाहिए। ये जो कांग्रेस वाले ने किया वो गलत काम है, ऐसा सोचता है। पर कुछ लोग ये भी जस्टिफाई करता है, राजनीति के कारण ऐसा का घटनाओं को भी जस्टिफाई करता है। मगर ज्यादा से ज्यादा लोग ये सरकार के साथ है, ये वो कहता है कि ये गलत काम किया है कांग्रेस वालों ने। मुरलीधरन जी, आपने सही बताया। टैलेंट, टेक्नोलॉजी, ट्रेड और टूरिज्म, ये विकसित केरलम के लिए बहुत बड़ी ताकत है, बहुत बड़े स्तंभ है। बीजेपी एनडीए का फोकस इन्हीं सब बातों पे है। आधुनिक केरलम ये हमारा लक्ष्य है, विकसित केरलम ये हमारा लक्ष्य है। केरलम के टैलेंट को दुनिया भर में और बड़ी पहचान दिलाने के लिए हम नौजवानों को स्किल बना रहा है, इमर्जिंग सेक्टर्स को उनके लिए खोला जा रहा है। താങ്കൾ പറഞ്ഞത് വളരെ സത്യമാണ്. നമ്മൾ ചെറുപ്പക്കാരുടെ കഴിവ്, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ, അതുപോലെ തന്നെ വ്യാപാരം, വിനോദസഞ്ചാരം, ഇതൊക്കെ കേരളം വികസിപ്പിക്കാൻ ആവശ്യമാണ്. വികസിത കേരളത്തിന് ഇതൊക്കെ വേണം. ഇതിനൊക്കെ നമ്മുടെ കേരളത്തിന്റെ അഭിമാന സ്തംഭങ്ങളായി മാറണം. BJPയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ശ്രദ്ധ ഈ കാര്യങ്ങളിലാണ്. കേരളത്തിന്റെ കഴിവ്, കേരളത്തിന്റെ പ്രതിഭ ലോകം മുഴുവൻ അറിയണം. കേരളം, വികസിത കേരളം, ആധുനിക കേരളം, ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടി നമ്മൾ ചെറുപ്പക്കാരുടെ കഴിവുകൾ, പ്രതിഭകൾ വികസിപ്പിക്കാൻ വേണ്ടി നമ്മൾ അടിയന്തര സാഹചര്യങ്ങൾ, അടിയന്തര മേഖലകളിൽ ഇവർക്ക് ജോലി കൊടുക്കാൻ പോകുന്നു. അത് അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ പോവുകയാണ്. सभी मेरे बूथ के कार्यकर्ता भाई बहनों, हम एक तरफ देश को मजबूत बना रहे हैं, देश की साख बढ़ा रहे हैं, वही कांग्रेस दुनिया में भारत की ऐसी इमेज बना रही है जिससे कि देश की बदनामी हो। आप देखिए, दुनिया भर में ढेर सारे ऐसे देश हैं जहां केरलम के बच्चे काम कर रहे हैं। आजकल वेस्ट एशिया में युद्ध चल रहा है, वहां केरलम के भी हमारे लाखों परिवारजन वहां रहते हैं। लेकिन कांग्रेस वाले ऐसे स्टेटमेंट दे रहे हैं जिससे वहां के देश स्वाभाविक है नाराज होंगे, वहां के लोग नाराज होंगे, और उसके कारण केरलम के जो लोग वहां रहते हैं उनको कैसी मुसीबत आ सकती है, कितना बड़ा संकट आ सकता है। लेकिन ये अपनी राजनीति के कारण ऐसी गैर जिम्मेवार बातें करते हैं, ये हमारे बच्चों का जीवन खतरे में डाल रहे हैं। ग्लोबल लेवल पर इंडिया की इमेज को भी नुकसान कर रहे हैं। സുഹൃത്തുക്കളെ, നമ്മളെ രാജ്യം ഒരു അതിശക്തമായ രാജ്യം ആവാൻ വേണ്ടിയുള്ള ഒരു വലിയ പ്രയത്നത്തിലാണ് നമ്മൾ. അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ കോൺഗ്രസ്സുകാർ എന്താ ചെയ്യുന്നത്? അവർക്ക് ഈ രാജ്യം എങ്ങനത്തെ രാജ്യമാവണം എന്നാണ് ആഗ്രഹം. നോക്കൂ, അവർ ഈ രാജ്യത്തിന് ചീത്തപ്പേരുണ്ടാക്കുകയല്ലേ. നോക്കൂ, അവർ എന്താ ചെയ്യുന്നത്?
അവര് നമ്മളെ ലോകത്ത് നോക്കൂ, എത്ര രാജ്യങ്ങളിലാണ് കേരളത്തിൽ നിന്നുള്ള ആളുകൾ ജോലി ചെയ്യുന്നത്. എവിടെ നോക്കിയാലും ഇന്ന് കേരളത്തിലെ കുട്ടികൾ അവിടെയൊക്കെ ജോലി ചെയ്യുന്നത് കാണാം. നോക്കൂ, ഇപ്പോൾ മധ്യ ഏഷ്യയിൽ യുദ്ധം നടക്കുകയാണ്. അവിടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു. ഈ കോൺഗ്രസ്സുകാർ എന്തൊക്കെ പ്രസ്താവനകളാണ് ഇറക്കുന്നത്. അവര് ഈ രാജ്യത്തിനെതിരെ അവിടെയുള്ള ആളുകൾക്ക് ദേഷ്യം വരും, അവിടുത്തെ രാജ്യക്കാർക്ക് ദേഷ്യം വരും, ആ രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നു. അവരെ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മളെ കുട്ടികളുടെ ജീവൻ ബുദ്ധിമുട്ടിലാവും. അന്താരാഷ്ട്ര തലത്തില് നമ്മളെ ഇമേജ്, നമ്മളെ പ്രതിച്ഛായ തകരും. അപ്പം ഇതിനൊക്കെ തകർക്കാൻ വേണ്ടി അവര് ഇങ്ങനെ പറയുന്നു. നോക്ക്, അവരുടെ ലക്ഷ്യം രാഷ്ട്രീയ നേട്ടം മാത്രമാണ്. നമ്മുടെ ആളുകൾ ബുദ്ധിമുട്ടിലാവണം, എന്നിട്ട് അവർക്ക് അതിൽ നിന്നും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കണം. ഈ ഒരൊറ്റ ചിന്തയെ കോൺഗ്രസ്സുകാർക്കുള്ളൂ. मुरलीधरन जी, आपने वहां भी देखा होगा, कार्यकर्ता भी बताते होंगे, आप सबको भी साबित कर कार्यकर्ताओं को, केरल के लोगों को और भी कुछ बातें बतानी चाहिए। ये कांग्रेस पार्टी की स्टाइल क्या है? इनके शाही परिवार के लोग, ये नामदार वहां आ जाते हैं, 2-4 झूठ फेंक देते हैं और बिना जिम्मेवारी भाग जाते हैं। इन्होंने हिमाचल में ऐसा किया। आज हिमाचल में कांग्रेस की सरकार ने हिमाचल को बर्बाद करके रखा है। वे कर्नाटका में भी बड़ी बड़ी बातें करके गए थे, कर्नाटका को बर्बाद करके रखा है। तेलंगाना के भी यही दशा है। यानी ये झूठी बातें करना, झूठे वादे करना, गप फेंकते रहना और फिर भाग जाना, यही उनका तरीका है। और ये सारी जानकारियां उपलब्ध है। आप लोगों को बताइए कि जहां जहां इनके पैर पड़े हैं, कैसा विनाश किया है। अब ये केरलम के विनाश के ऊपर लगे हुए हैं। നോക്കൂ മുരളീധർ ജി, താങ്കള് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. താങ്കൾ മനസ്സിലാക്കാനും കൂടും എല്ലാവർക്കും കൂടി പറയുകയാണ്. നോക്കൂ, ഈ കേരളത്തിലെ ജനങ്ങളെ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നോക്കൂ, ഈ കോൺഗ്രസ്സുകാർ എന്താണ് ചെയ്യുന്നത്? നോക്കൂ, അവരുടെ സംസ്കാരം എന്താണ്? ഡൽഹിയിൽ അവരുടെ വലിയ ഒരു രാജകുടുംബമുണ്ട്. ആ രാജകുടുംബത്തിലെ ആളുകൾ ഈ ജനങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് 5ഉം 10ഉം നുണ ഇങ്ങനെ പറയും, വ്യാജ വാഗ്ദാനങ്ങൾ ഇങ്ങനെ പറയും. അതിങ്ങനെ ആകാശത്തിലേക്ക്, വായുവിലേക്ക് വലിച്ചെറിയും. എന്നിട്ട് അവർ ഓടിപ്പോകും. അവർക്ക് ഈ ജനങ്ങളുടെ പ്രശ്നത്തിനൊന്നും വലിയ താല്പര്യമില്ല. കോൺഗ്രസ്സുകാർ എവിടെയാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ളത്? നോക്കൂ, ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാരിന്റെ കാര്യം നോക്കൂ. വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകി, ഒന്നും പാലിക്കാൻ സാധിച്ചില്ല. അവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കാര്യമായ സാമ്പത്തിക ലാഭം അവർക്ക് കിട്ടേണ്ടത് പോലും കിട്ടുന്നില്ല. കർണാടകയിലും തെലുങ്കാനയിലും എല്ലാ സ്ഥലത്തും ഇതാണ് പ്രശ്നം. അവർ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. അവർ എവിടെയൊക്കെ ഭരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അവർ ആ സംസ്ഥാനത്തിനെ തകർത്തിട്ടുണ്ട്. കേരളത്തിലും ഈ രീതിയിലാണ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ തടയണം. അങ്ങനത്തെ ഒരു അവസരം കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കരുത്. साथियों, मेरे लिए बहुत खुशी की बात है, केरलम के ऐसा ही जुझारू, ऐसे निष्ठावान और एक प्रकार से मैं कहूंगा तपस्वी कार्यकर्ताओं से मुझे बात करने का मौका मिला है। मैं जानता हूं आप लोगों ने कितना सहन किया है, मैं जानता हूं आप लोगों ने कितना संघर्ष किया है। और मेरे लिए खुशी की बात है कि आज आप अपनी आंखों के सामने अपनी मेहनत से जो प्रगति की है, अब विजय की राह पर चल पड़े हैं। मेरी तरफ से आप सबको बहुत बहुत शुभकामनाएं हैं। आप सभी की बातों से मेरा विश्वास और मजबूत हो गया है। केरलम इस बार नया इतिहास बनाने जा रहा है। हमें ध्यान रखना है, हमें हर बूथ जीतना है, हमें अपना बूथ जीतना है। सभी मेरे साथियों, आप अभी से देश में जहां भी केरलम के लोग हैं, उनसे संपर्क कीजिए। उन्हें बताइए कि 9 अप्रैल को अगर उनका वोट केरलम में है तो वोट पड़ना चाहिए, और अगर उनका वोट केरलम में नहीं है तो वो अपने गांव में रिश्तेदारों को फोन करके आग्रह करके बताएं
कि जहां जहां उन्होंने गए कितनी प्रगति देखी है, केरलम की प्रगति के लिए वोट करने के लिए वो अपने परिवार को समझाए, अपने गांव वालों को समझाए, अपने दोस्तों को समझाए। और आपको हर परिवार में माताओं बहनों के पास जरूर जाना है और माताओं को बहनों को कहना कि मोदी जी ने विशेष आग्रह किया है कि आप इस बार कमल के निशान पर वोट डालिए, एनडीए को, बीजेपी को विजयी बनाइए और पहली बार केरलम में एनडीए की, बीजेपी की सरकार बनाइए। मेरी आप सबको बहुत बहुत शुभकामनाएं हैं। शायद मैं परसों केरलम में आ रहा हूं, तो फिर से एक बार आप सबके दर्शन करने का मौका मिल जाएगा। കേരളത്തിലെ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നോക്കൂ, കേരളത്തിലെ BJPയുടെ പ്രവർത്തകർ കഠിനാധ്വാനികളാണ്. അവർ ശേഷിയുള്ളവരാണ്, ത്യാഗസമ്പൂർണമായ പ്രവർത്തനം നടത്തുന്നവരാണ്, തപസ്വികളാണ്. എനിക്കറിയാം നിങ്ങൾ എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ട്, എത്ര വേദന സഹിച്ചിട്ടുണ്ട്, എത്ര സംഘർഷങ്ങൾ നടത്തിയിട്ടുണ്ട്. നോക്കൂ, ഇന്ന് ഇതാ അതിൻ്റെയൊക്കെ ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്, അതിനൊക്കെ ഫലമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിതാ വിജയത്തിന്റെ സോപാനത്തിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വിജയിക്കുമെന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നോക്കൂ, നമ്മൾ എല്ലാ ബൂത്തും ജയിക്കണം. എല്ലാ ബൂത്തും ജയിച്ചാലേ നമുക്ക് കേരളം പിടിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. സ്വന്തം ബൂത്ത് നമ്മൾ ജയിക്കണം, അതിനെല്ലാ ജോലിയും നമ്മൾ ചെയ്യണം. നോക്കൂ, ഏപ്രിൽ 9-ാം തീയതി, ആ ഏപ്രിൽ 9-ാം തീയതിക്ക് മുമ്പായി എല്ലാവരെയും ബന്ധപ്പെടണം. നോക്കൂ, കേരളത്തിൽ ജീവിക്കുന്ന അവരെ കാണുക മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ളവരെ നിങ്ങൾ വിളിക്കണം, നിങ്ങളെ ഫോൺ ചെയ്യണം, അവരെ ഫോൺ ചെയ്യണം. എന്നിട്ട് അവരോട് പറയണം, നിങ്ങൾ വരണം, 9-ാം തീയതി കേരളത്തിൽ വന്ന് വോട്ട് ചെയ്യണമെന്ന് പറയണം. ഇനി അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിൽ അവരോട് പറയണം, അവർ നാട്ടിലേക്ക് ഫോൺ ചെയ്ത് അവരുടെ ബന്ധുക്കളെയും അവരുടെ സുഹൃത്തുക്കളോടും പറയാൻ. അവർ കേരളത്തിന് പുറത്ത് മറ്റു സ്ഥലങ്ങളിൽ, BJP ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ജീവിക്കുന്നവരാണെങ്കിൽ അവിടേക്ക് ഉണ്ടായിട്ടുള്ള വികസനത്തെ പറ്റി പറയാൻ പറയണം. അത്തരത്തിലുള്ള വികസനം കേരളത്തിൽ എത്തിക്കാൻ നമുക്ക് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടാൻ പറയണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും പറയണം, പ്രത്യേകിച്ച് അമ്മമാരോടും സഹോദരിമാരോടും നിങ്ങൾ പറയണം. അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. NDAക്ക് വോട്ട് ചെയ്യാൻ പറയണം. താമര കേരളത്തിൽ വിരിയണം. ആ താമര വിരിഞ്ഞാൽ മാത്രമേ കേരളം രക്ഷപ്പെടുള്ളൂ എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ഞാൻ വരുന്നുണ്ട്, ഇനിയും വരുന്ന ദിവസം, അടുത്ത ദിവസം ഞാൻ കേരളത്തിൽ എത്തുന്നുണ്ട്. അന്ന് നമുക്ക് കാണാം, കൂടുതൽ സംസാരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.